നമസ്കാരം. അരുണാചൽ പ്രദേശിനെ ചൊല്ലി ചൈന അവകാശവാദം തുടരുന്ന ഘട്ടത്തിൽ പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചൈനയുടെ അവകാശവാദങ്ങളെ തുടക്കം മുതൽ എതിർത്ത ഇന്ത്യ ചില മുൻകരുതലുകൾ സ്വീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്നാണ് അരുണാചൽ പ്രദേശിനെ ചൈനയുടെ അന്തർലീനമായ ഭാഗമെന്ന് ചൈന പരാമർശിച്ചത്. ഇതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത്. അരുണാചൽ പ്രദേശിലെ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അടുത്തിടെയും ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രസ്താവന ഇറക്കിയെന്നും അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ചൈന എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ചേക്കാമെന്നും പക്ഷേ അത് നടക്കില്ലെന്നും ഞങ്ങളുടെ നിലപാട് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമായി എന്നും നിലനിൽക്കുമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത്. മാർച്ച് 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിൽ സേല ടണൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ചൈന നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെൻബിൻ പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇന്ത്യ അനധികൃതമായി സ്ഥാപിച്ച അരുണാചൽ പ്രദേശിനെ ചൈന ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും അതിനെ ശക്തമായി എതിർക്കുന്നു എന്നുമായിരുന്നു ചൈനയുടെ നിലപാട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.